ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ നമ്മളുടെ സെറ്റ് എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വളരെ അടുത്തെത്തി കഴിഞ്ഞു. ഓഗസ്റ്റ് 2-നാണ് നമ്മളുടെ സെറ്റ് എക്സാം. എല്ലാവരും വളരെ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ CC-യുടെ ലേണിംഗ് ആപ്പ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസിന്റെയും റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ കണ്ടുകൊണ്ട് വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ പഠനം മുന്നോട്ട് പോവുകയാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിട്ട് കഴിഞ്ഞ സെറ്റ് എക്സാമിന്റെ റിസൾട്ട് ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഇത്രയും അധികം കുട്ടികൾക്ക് സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യുന്നതിന് CC-യുടെ ലേണിംഗ് ആപ്പിലൂടെ സാധിച്ചു. അതൊക്കെ നിങ്ങൾക്ക് വളരെ ഒരു മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. അപ്പോ ഇനി നമുക്ക് എക്സാമിന് വളരെ കുറച്ച് ദിവസം മാത്രമേ മുന്നിലുള്ളൂ, അല്ലെ? അപ്പോ ഈ ഒരു ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ സെറ്റ് ക്രാക്ക് ചെയ്യാം എന്നുള്ളതായിരിക്കും ഇപ്പൊ പലരുടെയും ചിന്ത. ഓക്കെ, അതിനായിട്ട് നമ്മളുടെ CC-യില് ഒരു ബൂസ്റ്റർ ബാച്ച് ആരംഭിക്കുന്നുണ്ട്. ഓക്കെ, ഈ ബൂസ്റ്റർ ബാച്ച് നമ്മൾ ജൂലൈ 14-ന് സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെ എല്ലാ ദിവസവും 15 ദിവസത്തേക്കാണ് നമ്മളുടെ ബൂസ്റ്റർ ബാച്ച്. എല്ലാ ദിവസവും 3 മണിക്കൂർ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതാണ്. ഇങ്ങനെ ഒരു ദിവസം 3 മണിക്കൂർ എന്നുള്ള രീതിയിൽ 45 മണിക്കൂർ കൊണ്ട് നമ്മൾ നമ്മളുടെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നു. അപ്പൊ ഈ സിലബസ് കവർ ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ ഡെയിലി വർക്കൗട്ടുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആക്കും. അതേപോലെ തന്നെ മോഡൽ എക്സാമുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു മെന്റർഷിപ്പും ഈ ഒരു പീരിയഡിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, ഇപ്പോ ഈ എക്സാം വളരെ അടുത്തിരിക്കുന്ന ടൈമില് നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ ഏതൊക്കെ ഫീൽഡിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ എക്സാം ആൻസർ ചെയ്യാൻ സാധിക്കും, അതേപോലെ തന്നെ ഏതൊക്കെ ഫീൽഡിനെ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിച്ചിരിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മറക്കണ്ട, CC-യുടെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9746455514 എന്നുള്ളതാണ് നമ്മളുടെ നമ്പർ. ഇതിൽ കോൺടാക്ട് ചെയ്യുക. ഉടനെ തന്നെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. കണ്ടോ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവരും നമ്മളുടെ സിലബസിൽ ഏറ്റവും ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നതാണ് പീരിയോഡിക് പ്രോപ്പർട്ടീസ്. അപ്പൊ പണ്ട് തൊട്ട് പഠിക്കുന്നതല്ലേ എന്നോർത്ത് കുറെ പേര് അത് സ്കിപ്പ് ആക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ ഒന്ന് നോക്കൂ, ഇതിൽ തന്നെ നമ്മളുടെ പീരിയോഡിക് പ്രോപ്പർട്ടീസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. അതിൽ തന്നെ പ്രത്യേകമായിട്ടും ലാന്തനൈറ്റ്സ് ആക്ടിനൈറ്റ്സ് നമ്മുടെ സിലബസിൽ എടുത്തു പറയുന്ന ഒരു പോർഷൻ ആണ് ലാന്തനൈറ്റ്സും ആക്ടിനൈറ്റ്സും. നോക്കൂ, അതിൽ നിന്നുള്ള 2 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു പോർഷൻ ഉറപ്പായിട്ടും സ്കിപ്പ് ആക്കാതെ പഠിക്കണം. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ആ ഒരു എക്സാമിന് 9th ക്വസ്റ്റ്യൻ സെയിം ഒരേ എക്സാമിന് ചോദിച്ചതാണ് ഈ 2 ക്വസ്റ്റ്യനും. ഓക്കെ, അപ്പോ ആ ലാന്തനൈറ്റ്സ് ആക്ടിനൈറ്റ്സ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാ എക്സാമിനും ഈ ഒരു ഫീൽഡിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മിനിമം കിട്ടാറുണ്ട്. അപ്പോ ഇത് നോക്കൂ, സെയിം ആ ഒരു ഫീൽഡിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദി ലാന്തനൈറ്റ്സ് ഡസ് നോട്ട് ഒക്കർ ഇൻ നേച്ചർ. ഓക്കെ, ഈ തന്നിരിക്കുന്ന ലാന്തനൈറ്റ്സില് ഏത് ലാന്തനൈഡ് ആണ് നേച്ചറിൽ ഒക്കർ ചെയ്യാത്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം ലാന്തനൈറ്റ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ ഒക്കറൻസ്, ആക്ടിവിറ്റി, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്, അല്ലെ? നമുക്കതിൽ നിന്ന് കറക്റ്റ് ആൻസർ ഈ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം ഏതാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ഏതായിരിക്കാം? നമുക്കറിയാം പ്രോമിത്തിയം ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്തുകൊണ്ടാണ് പ്രോമിത്തിയം നാച്ചുറലി ഒക്കർ ചെയ്യാത്തത്? അതിന്റെ എല്ലാ ഐസോടോപ്പുകളും റേഡിയോ ആക്റ്റീവ് നേച്ചർ ഉള്ളതാണ്. അതേപോലെ ഹൈലി അൺസ്റ്റേബിളുമാണ്. നമ്മൾ ഈ പ്രോമിത്തിയം എന്ന് പറയുന്ന എലമെന്റിനെ സിന്തറ്റിക്കലി പ്രിപ്പയർ ചെയ്തെടുക്കാറാണുള്ളത്. ഇത് നേച്ചറിൽ നാച്ചുറലി ഒക്കർ ചെയ്യുന്ന ഒരു എലമെന്റ് അല്ല. കണ്ടോ, എത്ര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ആ ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ആ ഒരു ഏരിയ സ്കിപ്പ് ആക്കരുത്. അതിൽ നിന്ന് തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കോളൂ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ലാന്തനൈഡ് അയോൺ ഈസ് കളർലെസ്. ഇനി ഈ തന്നിരിക്കുന്ന ലാന്തനൈഡ് അയോൺസില് ഏതാണ്
കളർലെസ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതും നമ്മൾ ലാന്തനൈറ്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജനറൽ ആയിട്ട് ഇവർ എക്സിബിറ്റ് ചെയ്യുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഓപ്ഷൻ കാണുമ്പോൾ തന്നെ കറക്റ്റ് ആയിട്ട് അറിയാം ആരാണ്, ഗഡോൾണിയം 3+ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതിന്റെ റീസൺ എന്താ ഗഡോൾണിയം 3+ വരാനുള്ളത്? ഗഡോൾണിയം 3+ എന്ന് പറയുമ്പോൾ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാ വരിക? 4f7 ആണ് വരിക അല്ലെ. അതായത് ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഈ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അവിടെ ഫർദർ ആയിട്ട് വീണ്ടും എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് സ്പിൻ ഫോർബിഡൻ ആയിട്ടുള്ള എക്സൈറ്റേഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും അത് സാധാരണ നമ്മളുടെ കളർ കാണിക്കുന്ന തരത്തിലുള്ള ഒരു അബ്സോർഷൻ ഈ ഒരു മെറ്റൽ അയോണില് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു ലാന്തനൈഡ് അയോണില് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് കളർലെസ് ആയിരിക്കും. കണ്ടോ? അപ്പോ ഇത്രയും നമ്മൾ പറഞ്ഞതിൽ നിന്നും കണ്ടോ, രണ്ട് സെയിം എക്സാമിനാണ് ഈ ലാന്തനൈറ്റ്സ് ആക്ടിനൈറ്റ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ. ഇതേപോലെ നമ്മൾ ഇപ്പൊ നമ്മളൊരു 2016 തൊട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ലാന്തനൈറ്റ്സ് ആക്ടിനൈറ്റ്സ് എന്ന പോർഷനിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്യരുത്. അതേപോലെ തന്നെ കോമൺ ആയിട്ടുള്ള പീരിയോഡിക് പ്രോപ്പർട്ടീസും മറക്കാണ്ട് പഠിച്ചോളണം. അപ്പൊ നമുക്കിനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് നമ്മളുടെ കോർഡിനേഷൻ കെമിസ്ട്രിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഗ്രൗണ്ടഡ് ടേം സിംബൽ of a transition metal ion is 4f. 4f എന്നുള്ളതാണ് ഗ്രൗണ്ട് ടേമിന്റെ സിംബൽ. Thus the values of L and S are, അതായത് എല്ലിന്റെയും എസിന്റെയും വാല്യൂ എത്രയെന്നാണ് 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. നമുക്കറിയാം എഫ് എന്നുള്ളതിന് എൽ വാല്യൂ എഫ് വരണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലിന്റെ വാല്യൂസ് 0, 1, 2, 3 പോസിബിൾ ആണ്. എൽ വാല്യൂ 0 വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ് എസ്, 1 വരുമ്പോ പി, 2 വരുമ്പോ ഡി, 3 വരുമ്പോഴാണ് എഫ് എന്ന സിമ്പിൾ കൊടുക്കുക. അതിൽ നിന്ന് തന്നെ നമുക്ക് ഓപ്ഷൻ ഈ സി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒഴിവാക്കാം. ഇനി നമ്മളുടെ സ്പിൻ മൾട്ടിപ്ലിസിറ്റി 4 എന്ന് തന്നിട്ടുണ്ട് അല്ലെ. സ്പിൻ മൾട്ടിപ്ലിസിറ്റി 4 അതായത് 2s+1 4 ആവണമെങ്കിൽ ഈ തന്നിരിക്കുന്ന എസ് വാല്യൂസിൽ ഏതായിരിക്കണം നമ്മളുടെ എസ് വാല്യൂ? നമുക്ക് ഉറപ്പായും പറയാം 3/2 ആയിരിക്കണം അല്ലെ. 3/2 ആയിരുന്നാൽ മാത്രമേ സ്പിൻ മൾട്ടിപ്ലിസിറ്റി 4 വരുള്ളൂ. അപ്പൊ ഏതായിരിക്കാം? സ്പിൻ മൾട്ടിപ്ലിസിറ്റി 3/2 അതായത് എസ് വാല്യൂ 3/2 എൽ വാല്യൂ 3 വരുന്ന ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മളുടെ കോർഡിനേഷൻ കെമിസ്ട്രിയിലെ ടേം സിംബലിൽ നിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? കോർഡിനേഷൻ കെമിസ്ട്രി ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസ് എടുക്കുന്നതാണ് കോർഡിനേഷൻ കെമിസ്ട്രി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കോർഡിനേഷൻ കെമിസ്ട്രിയുടെ ഒരു ഭാഗം പോലും സ്കിപ്പ് ആക്കാണ്ട് പഠിച്ചോളണം. ഈ ടേം സിംബല്, അതേപോലെ നമ്മളുടെ CFSE കാൽക്കുലേറ്റ് ചെയ്യാൻ, അങ്ങനെയുള്ള എല്ലാ ഓർഗൽ ഡയഗ്രാം, അതിൽ നിന്നുള്ള എല്ലാ പോർഷൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ കാണുന്നതാണ്. കോർഡിനേഷൻ കെമിസ്ട്രി സ്കിപ്പ് ആക്കാണ്ട് പഠിക്കേണ്ട ഒരു പോർഷൻ ആണ്. ഓക്കെ, നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അതിനുശേഷം നമ്മൾ കോർഡിനേഷൻ കഴിഞ്ഞാൽ ഉടനെ പഠിക്കുന്നതാണ് നമ്മുടെ ഓർഗാനോ മെറ്റാലിക്സ് അല്ലെ. ഓർഗാനോ മെറ്റാലിക്സിൽ നിന്നും ഉറപ്പായും ക്വസ്റ്റ്യൻ കിട്ടുന്ന ഒരു ഫീൽഡാണ്, ഒഴിവാക്കരുത്. അതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്: which among the following complexes does not obey 18 electron rule? 18 electron rule ഒബേ ചെയ്യാത്ത കോംപ്ലക്സ് ഏത് എന്നുള്ളതാണ്. മെറ്റൽ കാർബോണൈൽസ് ആണ് എല്ലാം തന്നിരിക്കുന്നത്. നമുക്കറിയാം സിവോലിക്കാൻഡ് എന്ന് പറയുമ്പോൾ അതൊരു 2 ഇലക്ട്രോൺ ഡോണർ ആയിട്ടുള്ള ലിഗാൻഡ് ആണ്. ഓക്കെ, അതൊരു 2 ഇലക്ട്രോൺ ഡോണർ ആണ്. അപ്പൊ നമുക്ക് നോക്കാം ഈ ഒരു കേസിൽ ഏത് കോംപ്ലക്സ് ആണ് അല്ലെങ്കിൽ ഏത് മെറ്റൽ കാർബോണൈലാണ് 18 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യാത്തത്. പെട്ടെന്ന് തന്നെ കാണുമ്പോൾ അറിയാം. നമുക്ക് നോക്കാം, എന്താ വനേഡിയം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതെങ്ങനെയാ നമുക്കറിയാം? വനേഡിയം എത്ര ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്? സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം അല്ലെ. മൂന്നാമത്തെ ട്രാൻസിഷൻ എലമെന്റ് ആണ്. അപ്പൊ നമുക്കറിയാം അവിടെ നിന്ന്
5 ഇലക്ട്രോൺസേ കിട്ടുന്നുള്ളൂ അല്ലെ. 3d3 4s2 5 ഇലക്ട്രോണിനെ കിട്ടുന്നുള്ളൂ. അവിടെ 6 CO ലിഗാൻഡ് ആണുള്ളത്, ഒരു CO 2 ഇലക്ട്രോൺ. അപ്പൊ ടോട്ടൽ എത്ര ഇലക്ട്രോൺ? 12 ഇലക്ട്രോണേ കിട്ടുന്നുള്ളൂ. അങ്ങനെ നമുക്ക് പറയാം 17 ഇലക്ട്രോണേ ഈ ഒരു കോംപ്ലക്സില് മെറ്റലിന് അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി എല്ലാം 18 ഇലക്ട്രോൺ റൂള് ഒബേ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. വനേഡിയം ഹെക്സാ കാർബണൈലാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോ ഓർത്തോളണം, നമ്മളുടെ ഓർഗാനോ മെറ്റാലിക്സും ഒഴിവാക്കരുത്. അതിലിപ്പോ 18 ഇലക്ട്രോൺ റൂള് പോലെ തന്നെ മെറ്റൽ കാർബോണൈൽസ്, നമ്മളുടെ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സിന്റെ ആപ്ലിക്കേഷൻ, സിന്തസിസ്, അതിന്റെ ഹൈബ്രിഡൈസേഷൻ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ഏറ്റവും ആപ്ലിക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മറക്കാണ്ട് പഠിക്കണം. അതേപോലെ നമ്മളിപ്പോ ഇത് പറഞ്ഞപ്പോഴാണ് കാർബോണൈൽസ് നമുക്ക് ഇതിൽ നിന്ന് വേറൊരു രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം, സ്പെക്ട്രോസ്കോപ്പി റിലേറ്റഡ് ആയിട്ടും ചോദിക്കാം. CO സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എങ്ങനെ മാറുന്നു, മെറ്റൽ കാർബൺ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി, അങ്ങനെയുള്ള കാര്യങ്ങളും മറക്കാണ്ട് പഠിച്ചുകൊള്ളണം. ഓക്കെ, ആ ഒരു പോർഷൻ സ്കിപ്പ് ആക്കരുത്. ഇത്രയും നമ്മൾ ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് ഉറപ്പായും സ്കിപ്പ് ആക്കാണ്ട് പഠിക്കേണ്ട പോർഷൻസ് ആണ്. ഇനി നമുക്ക് ഓർഗാനിക്കിലേക്ക് വരാം. ഓർഗാനിക്കിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ അതേപോലെ എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കുറെ നെയിമിംഗ് റിയാക്ഷൻസ് ആണ് തന്നിരിക്കുന്നത്, അതിന്റെ ഇന്റർമീഡിയറ്റും തന്നിട്ടുണ്ട്. ഈ നെയിമിംഗ് റിയാക്ഷൻസും ഇന്റർമീഡിയറ്റ്സിനെയും മാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, അപ്പോ നെയിമിംഗ് റിയാക്ഷനും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, സ്കിപ്പ് ആക്കാണ്ട് പഠിക്കേണ്ട പോർഷൻ ആണ്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് തന്നിരിക്കുന്നത് ഡിക്മാൻ കണ്ടൻസേഷൻ ആണ് അല്ലെ. ഡിക്മാൻ കണ്ടൻസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡൈ എസ്റ്റേഴ്സ് സൈക്ലിക് ആയിട്ടുള്ള കീറ്റോ എസ്റ്റേഴ്സ് ആയിട്ട് മാറുന്ന റിയാക്ഷൻ ആണ് ഡിക്മാൻ കണ്ടൻസേഷൻ. അപ്പൊ അതില് വരുന്ന ഇന്റർമീഡിയറ്റ് ഏതാ? നമുക്കറിയാം കാർബാനിയോൺ ഇന്റർമീഡിയറ്റ് ആണ് അതിൽ വരുന്നത്. അടുത്ത ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. നമുക്കറിയാം ആൽക്കൈലേഷനും അസൈലേഷൻ റിയാക്ഷൻ ഒക്കെ ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ നമ്മൾ പഠിക്കുന്നതാണ്. അതിൽ വരുന്ന ഇന്റർമീഡിയറ്റ് കാർബോകാറ്റേൺ ഇന്റർമീഡിയറ്റ് ആണ്. അടുത്ത റീഅറേഞ്ച്മെന്റ് തന്നിരിക്കുന്നത് കർട്ടീസ് റീഅറേഞ്ച്മെന്റ് ആണ് അല്ലെ. അതായത് അവിടെ നമുക്ക് പറയാം ഒരു അസൈൽ അസൈഡിനെ എന്താക്കി മാറ്റുന്നു? തയോസൈനേറ്റ് ആക്കി മാറ്റുന്ന റിയാക്ഷൻ ആണ്. അത് ഫോട്ടോ കെമിക്കൽ കണ്ടീഷനിലും തെർമൽ കണ്ടീഷനിലും നടക്കും. അവിടെ ഒരു നൈട്രജൻ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് പോയി ഒരു നൈട്രീന്റെ ഫോർമേഷൻ ത്രൂ ആണ് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ കർട്ടീസ് റീഅറേഞ്ച്മെന്റില് നൈട്രീൻ ആണ് ഇന്റർമീഡിയറ്റ്. ലാസ്റ്റ് റേമർ ടൈമാൻ റിയാക്ഷൻ. നമുക്കറിയാം ഫോർമൈലേഷൻ റിയാക്ഷൻ ആണ്, അത് പ്രൊസീഡ് ചെയ്യുന്നത് കാർബീൻ ഇന്റർമീഡിയറ്റിന്റെ ഫോർമേഷൻ ത്രൂ ആണ്. അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമ്മളുടെ ഓപ്ഷൻ എ ആണ്. അപ്പൊ എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്? നമ്മളുടെ നെയിം റിയാക്ഷൻസ് സ്കിപ്പ് ആക്കരുത്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ നെയിം റിയാക്ഷൻസും എന്താണ് റിയാക്ഷൻ എന്നും അവിടെ ഫോം ചെയ്യുന്ന ഇന്റർമീഡിയറ്റ് എന്താണ് എന്നും അതിന്റെ ആപ്ലിക്കേഷൻസും ഉറപ്പായും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് നമ്മളുടെ ആരോമാറ്റിസിറ്റി എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാര്യം, ആരോമാറ്റിസിറ്റിയിൽ നിന്ന് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കലുണ്ട് അല്ലെ. ഒന്നുകിൽ ഏത് കോമ്പൗണ്ട് ആണ് ആരോമാറ്റിക് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ആരോമാറ്റിസിറ്റിയെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഇത് പറയുന്നത്. ഇതിൽ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ഹാവ് എ പെർമനന്റ് ഡൈപോൾ മൊമെന്റ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ പറയുന്നത് നമ്മൾ ഏതൊരു രീതിയിലാ പറയാ? ഇതില് നമ്മളിപ്പോ ഈ കോമ്പൗണ്ടിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ കിട്ടുന്ന ഫ്രാഗ്മെന്റ്സിന്റെ ആരോമാറ്റിസിറ്റി വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഡൈപോൾ മൊമെന്റ് പറയാം അല്ലെ. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ പറയുമ്പോൾ ഈ ഒരു കോമ്പൗണ്ടിനെ ഒബ്സർവ് ചെയ്ത് കഴിയുമ്പോൾ സെക്കൻഡ് കോമ്പൗണ്ടിനെ ഒന്ന് നോക്കാം. നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്താ? ഈ ഒരു ബോണ്ട് ഇതേപോലെ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് രണ്ട് സ്പീഷീസുകളാണ്. ഏതൊക്കെയാണ് സ്പീഷീസ്? ഒന്ന് ഇങ്ങനൊരു സ്പീഷീസ് കിട്ടും, അതായത് സൈക്ലോ ഹെപ്റ്റ ട്രൈനൈൽ കാറ്റയോൺ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ആരെയും കിട്ടും ഇവിടെ? സൈക്ലോ പെന്റാഡൈനൈൽ ആനയോണും കിട്ടും.
ഇവർ രണ്ടുപേരും ആരാണ്? ആരോമാറ്റിസിറ്റി കാണിക്കുന്ന പാർട്ടുകളാണ്, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ആരോമാറ്റിക് കോമ്പൗണ്ടുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ ഒരു കോമ്പൗണ്ട് തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ 2 ആണ് ഏറ്റവും ഹയസ്റ്റ് ഡൈപോൾ മൊമെന്റ് എക്സിബിറ്റ് ചെയ്യുന്ന കോമ്പൗണ്ട്. ഓക്കെ, അതേപോലെ പിന്നെ ഏതായിരിക്കാം ഇതേപോലെ ആരോമാറ്റിസിറ്റി കാണിക്കുന്നത്? ഇതിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് സൈക്ലോപെന്റാഡൈനൈൽ കാറ്റയോണും ഒന്ന് ആനയോണും കിട്ടും. ഒരു ഭാഗം ആരോമാറ്റിക് അല്ല, അതുകൊണ്ട് ഇത് ഓപ്ഷനിൽ വരില്ല. ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? സൈക്ലോ ഹെപ്റ്റാട്രൈനൈൽ ആനയോണും സൈക്ലോ ഹെപ്റ്റാട്രൈനൈൽ കാറ്റയോണും കിട്ടും. അതിൽ ആനയോണിക് പാർട്ട് ആരോമാറ്റിക് അല്ല, അതുകൊണ്ട് ഇതും ഓപ്ഷനിൽ വരില്ല. ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം. ഈ കോമ്പൗണ്ടിനെ നമ്മൾ ഈ ഒരു രീതിയിൽ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് കിട്ടുന്നത് സൈക്ലോപെന്റാഡൈനൈൽ ആനയോണും കിട്ടും, അതേപോലെ തന്നെ സൈക്ലോപ്രോപ്പീനൈൽ കാറ്റയോണും കിട്ടും. രണ്ട് സ്പീഷീസും എന്താണ്? ആരോമാറ്റിക് ആണ്. അപ്പോ ഈ ഒരു കോമ്പൗണ്ടും പെർമനന്റ് ഡൈപോൾ മൊമെന്റ് കാണിക്കുന്ന സ്പീഷീസ് ആണ്. അപ്പോൾ ഇതിൽ നിന്നും ഓപ്ഷൻ ഏതാ നമുക്ക് പറയാൻ പറ്റുക? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട്, സോറി, ഓപ്ഷൻ സി ആണ് 2 and 4 എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ കിട്ടിയല്ലോ. ആരോമാറ്റിസിറ്റി എന്ന് പറയുന്ന പോർഷൻ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഒഴിവാക്കരുത്. അതിൽ നമ്മൾ പല ടൈപ്പ് ഓഫ്, അതായത് ഒരു കോമ്പൗണ്ട് ഏറ്റവും ചെറിയ സ്പീഷീസുകൾ ആരോമാറ്റിക് ആണോ എന്നുള്ളത് തൊട്ട് പഠിച്ചു വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു കോമ്പൗണ്ട് തന്നാൽ ആനുലീൻസ് അങ്ങനെയൊക്കെയുള്ള ലാർജർ റിങ്സിന്റെ ആരോമാറ്റിസിറ്റി പഠിച്ചിട്ടുണ്ട്. അതേപോലെ ക്വാസി ആരോമാറ്റിക് കോമ്പൗണ്ട്സ്, ഇതേപോലെയുള്ള ഫുൾ വാലീൻസ്, ഇതിന്റെയൊക്കെ ആരോമാറ്റിസിറ്റി നമ്മൾ പഠിക്കുന്നതാണ്. ഒന്നും സ്കിപ്പ് ആക്കാണ്ട് പഠിച്ചോളാം. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ഒരു കോമ്പൗണ്ട് തന്നിട്ട് അതിന്റെ അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ അസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു കോമ്പൗണ്ട് ഒന്ന് ശ്രദ്ധിക്കാം. ഇതില് ആൽഡിഹൈഡിക് കാർബൺ ആണ് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ നമ്പറിംഗിൽ ഫസ്റ്റ് നമ്പർ കൊടുക്കുക. ഇതാണ് സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ, ഫോർത്ത് കാർബൺ, ഫിഫ്ത്ത് കാർബൺ. ഇനി നമുക്ക് ഓരോന്നിന്റെയും സ്റ്റീരിയോ കെമിസ്ട്രി അസൈൻ ചെയ്യണം. അപ്പൊ നമ്മൾ സ്റ്റീരിയോ കെമിസ്ട്രി അസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ഓർക്കുന്നുണ്ടല്ലോ. അതായത് നമ്മൾ ഏത് കാർബണിനെയാണോ സ്റ്റീരിയോ കെമിസ്ട്രി അസൈൻ ചെയ്യുന്നത് അത് നമ്മൾ ആദ്യം തന്നെ കൺസിഡർ ചെയ്യാം. ഇപ്പൊ ഇതിൽ ഫസ്റ്റിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി ആണ് ഞാൻ അസൈൻ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഒരു പോർഷൻ എന്ന് പറയുന്നത് സി ഡബിൾ ബോണ്ട് OH ആൽഡിഹൈഡിക് ഗ്രൂപ്പ് ആണ്. ഒന്ന് ഒരു ആൽക്കഹോളിക് ഗ്രൂപ്പ് ആണ്. ഈ ആൽക്കഹോള് തിക്ക് വെഡ്ജിലല്ല, ഡാഷ്ഡ് വെഡ്ജിലേക്കാണ് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത്. ദെൻ ഈ ഒരു COH ബാക്കി പോർഷൻസ് വരുന്ന ഒരു പോർഷൻ ആണ് ഉള്ളത്. അപ്പൊ ഇനി നമുക്ക് നോക്കാം. ഈ ഒരു കേസിൽ നമ്മളുടെ ലോവസ്റ്റ് പ്രയോറിറ്റി ആയിട്ടുള്ള ഹൈഡ്രജൻ എവിടെയാ ഉള്ളത്? ലോവസ്റ്റ് പ്രയോറിറ്റി ആയിട്ടുള്ള ഹൈഡ്രജൻ തിക്ക് വെഡ്ജിലാണുള്ളത്. സാധാരണ നമ്മൾ സ്റ്റീരിയോ കെമിസ്ട്രി അസൈൻ ചെയ്യുമ്പോൾ എന്താ പറയാ? ലോവസ്റ്റ് പ്രയോറിറ്റി ആയിട്ടുള്ള ആള് നമ്മളിൽ നിന്നും എവേ ആയിട്ട് നിൽക്കണം. അഥവാ ഡാഷ്ഡ് വെഡ്ജിലാണെങ്കിൽ ആ കറക്റ്റ് കിട്ടുന്ന സ്റ്റീരിയോ കെമിസ്ട്രി തന്നെ നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ എന്തായിരിക്കണം? ജസ്റ്റ് ഓപ്പോസിറ്റ് സ്റ്റീരിയോ കെമിസ്ട്രി ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ഈ കേസിൽ നമുക്കറിയാം ലോവസ്റ്റ് പ്രയോറിറ്റി ആയിട്ടുള്ള ഹൈഡ്രജൻ നമ്മളിൽ നിന്നും അകലെയാണ്. അപ്പൊ നമ്മൾ കിട്ടുന്ന ആ ഒരു കോൺഫിഗറേഷന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കോൺഫിഗറേഷൻ വേണം കൊടുക്കാൻ. ഹയസ്റ്റ് പ്രയോറിറ്റി ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനാണ്, സെക്കൻഡ് പ്രയോറിറ്റി ഈ ഒരു പാർട്ടിനാണ് വരിക, തേർഡ് പ്രയോറിറ്റി ഇതിന്. അപ്പൊ 1ൽ നിന്നും 2വിലൂടെ 3യിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ഐ മൂവ് ചെയ്യുന്നത് ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പൊ നമ്മൾ R ആണ് എന്ന് തെറ്റിദ്ധരിക്കാം, പക്ഷെ R അല്ല, S ആണ്. റീസൺ എന്താ? കാരണം നമ്മളുടെ ലോവസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് ഡാഷ് വെഡ്ജിലല്ല, തിക്ക് വെഡ്ജിലാണ്. അതേപോലെ ബാക്കി എല്ലാത്തിന്റെയും സ്റ്റീരിയോ കെമിസ്ട്രി അസൈൻ ചെയ്ത് നോക്കാം. നമുക്ക് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പോ സ്റ്റീരിയോ കെമിസ്ട്രി എന്നുള്ള പോർഷനിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാവും. ഈ ഒരു പോർഷൻ സ്കിപ്പ് ആക്കരുത്, പഠിച്ചു കൊള്ളണം. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്തത് ഫോട്ടോ കെമിസ്ട്രിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോട്ടോ കെമിസ്ട്രിയും നമ്മൾ ഒഴിവാക്കാണ്ട് പഠിക്കേണ്ട ഒരു പോർഷൻ ആണ്. ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഈ റിയാക്ഷൻ ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷന് എക്സാമ്പിൾ ആണ് എന്നുള്ളതാണ്. ഇത് നമുക്കറിയാം, 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. നോറിഷ് ടൈപ്പ് 2 റിയാക്ഷൻ, അതേപോലെ തന്നെ
ഡൈപൈമീഥൈൻ റീഅറേഞ്ച്മെന്റ്, ലൂമി കീറ്റോൺ റീഅറേഞ്ച്മെന്റ്, പാർട്ടേർണോ-ബുച്ചി റിയാക്ഷൻ. നോക്കൂ, നമുക്ക് ഈ കോമ്പൗണ്ടിനെ ജസ്റ്റ് ഒന്ന് നമ്പർ ചെയ്യാം. കണ്ടോ, 6 ഇങ്ങനെ വന്നു. അതായത് ഈ ഒരു കോമ്പൗണ്ടും അതിന്റെ സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ടും പ്രോഡക്റ്റും തമ്മിലുള്ള റിലേഷൻ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഈ 5-4 ബോണ്ട് 3ലേക്ക് ഷിഫ്റ്റ് ആയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ സെക്കൻഡ് കാർബണും ഫോർത്ത് കാർബണും തമ്മിൽ പുതിയ ഒരു ബോണ്ടും ഫോം ചെയ്തിട്ടുണ്ട്. ഇത് ഏത് ടൈപ്പ് ഓഫ് റീഅറേഞ്ച്മെന്റിന് എക്സാമ്പിൾ ആണ്? ലൂമി കീറ്റോൺ റീഅറേഞ്ച്മെന്റിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമുക്ക് പറയാം, ഈ ഒരു കേസിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റിയാക്ഷൻസും ഫോട്ടോ കെമിസ്ട്രിയിൽ നിന്നുള്ളതാണ്. ഫോട്ടോ കെമിസ്ട്രിയിൽ നിന്നുള്ള റിയാക്ഷൻസ് അഥവാ ഫോട്ടോ കെമിസ്ട്രി എന്ന് പറയുന്ന പോർഷൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചുകൊള്ളണം. അടുത്തതാണ് നമ്മളുടെ സ്പെക്ട്രോസ്കോപ്പി. സ്പെക്ട്രോസ്കോപ്പി നമ്മൾ പല ടൈപ്പ് നമ്മൾ എല്ലാ സ്പെക്ട്രോസ്കോപ്പിയും നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനോർഗാനിക് സ്പെക്ട്രോസ്കോപ്പിയും ഉണ്ട്, ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പിയും ഉണ്ട്. സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന പോർഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും കുറെ ക്വസ്റ്റ്യൻ ആ ഒരു പോർഷനിൽ നിന്ന് കിട്ടും. അപ്പോൾ സ്കിപ്പ് ആക്കാണ്ട് പഠിക്കേണ്ട ഒരു പോർഷൻ ആണ് സ്പെക്ട്രോസ്കോപ്പി. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത്രയും ഉള്ളൂ. നമ്മളുടെ NMR സ്പെക്ട്രം കൺസിഡർ ചെയ്യുകയാണ്. 13C NMR സ്പെക്ട്രം കൺസിഡർ ചെയ്യുമ്പോൾ ആന്ത്രസീനിനെയും ഫിനാന്ത്രീനും കിട്ടുന്ന നമ്പർ ഓഫ് സിഗ്നൽസ് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് ഈ രണ്ട് കോമ്പൗണ്ടിലും എത്ര ഐഡന്റിക്കൽ കാർബൺസ് ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടാം? ഇതിന്റെ ആൻസർ കിട്ടാം. ആന്ത്രസീൻ എടുക്കുകയാണത് സിമെട്രിക് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ആണ്. ഇതിൽ എത്ര ഐഡന്റിക്കൽ കാർബൺസ് ഉണ്ട്? 1, 2, 3, 4 ഐഡന്റിക്കൽ കാർബൺസ് ആണ് ആന്ത്രസീനിൽ വരുന്നത്. അതേപോലെ നമുക്ക് ഫിനാന്ത്രീന്റെ സ്ട്രക്ചർ കൂടി ഒന്ന് വരച്ചു നോക്കാം. ഫിനാന്ത്രീൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ആണ് ഫിനാന്ത്രീന് വരുന്നത്. ഓക്കെ, ഫിനാന്ത്രീനില് നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് സിമെട്രി ആണ്, അതായത് സിമെട്രിക് ആണ് മോളിക്യൂൾ. ഇനി ഇതിൽ എത്ര കാർബൺസ് ഉണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. 1, 2, 3, 4, 5, 6, 7 ഐഡന്റിക്കൽ കാർബൺസ് ആണുള്ളത്. അപ്പൊ ആന്ത്രസീന്റെ കേസിൽ 4ഉം അതേപോലെ തന്നെ ഫിനാന്ത്രീന്റെ കേസിൽ 7 പീക്സും ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന പോർഷൻ ഒരിക്കലും ഒഴിവാക്കരുത്. അടുത്തത് ബയോമോളിക്യൂൾസിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ബേസസ് വിച്ച് ഡസ് നോട്ട് പ്രസന്റ് ഇൻ DNA. DNA പ്രസന്റ് അല്ലാത്ത ബേസ് ഏത്? അഡിനിൻ, തൈമിൻ, യുറാസിൽ, സൈറ്റോസിൻ. ഏതാണ്? നമുക്കറിയാം യുറാസിൽ ആണ് DNA പ്രസന്റ് അല്ലാത്ത ബേസ്. അപ്പൊ നമുക്ക് പ്യൂരിൻ ബേസ്, പിരമിഡിൻ ബേസ് ഏത്, അങ്ങനെയുള്ളതും അതേപോലെ ആ ഒരു ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന പോർഷനിൽ നിന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും പഠിക്കണം, സ്കിപ്പ് ആക്കരുത്. അതേപോലെ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട്. ആ ഒരു പോർഷനും ഇമ്പോർട്ടന്റ് തന്നെയാണ്, സ്കിപ്പ് ആക്കാണ്ട് പഠിക്കേണ്ട പോർഷൻ ആണ്. അതേപോലെ നമ്മളുടെ ഫിസിക്കൽ കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ ഗ്രൂപ്പ് തിയറിയിൽ നിന്നുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. C2x into C2y. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു കോർഡിനേറ്റ് എടുക്കുകയാണ്. എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റ് എടുക്കുകയാണ്. അപ്പൊ നമ്മൾ മോളിക്യൂളിനെ എടുത്തൊക്കെയാണ് വരയ്ക്കാൻ പഠിച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. എക്സ് വൈ ഇസഡ് ഇതിനെ നമ്മളൊരു C2 ഓപ്പറേഷൻ ചെയ്യാണ് എന്ന് വിചാരിക്കുക. C2 എക്സ് ആണ്, അതായത് ഒരു മോളിക്യൂളിനെ എക്സ് ആക്സിസിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം എക്സ് കമ്പോണൻസിന് അവിടെ വ്യത്യാസം ഉണ്ടാവുന്നില്ല, വൈക്കും ഇസഡിനും വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. അതായത് എക്സ് കമ്പോണന്റിന് മാറ്റമൊന്നുമില്ല, വൈ കമ്പോണന്റ് ഇൻവേർട്ടഡ് ആവുന്നുണ്ട്, ഇസഡ് കമ്പോണന്റും മൈനസ് ഇസഡ് ആവുന്നുണ്ട്. ദെൻ ഈ മോളിക്യൂളിലേക്ക് നമ്മൾ അടുത്തത് വൈ ആക്സ് ത്രൂ C2 റൊട്ടേഷൻ ചെയ്യുകയാണ് അല്ലെ. അപ്പോ ഇവിടെ നമുക്കറിയാം ഈ ഒരു കമ്പോണന്റില് ഇവിടെ നമുക്ക് -y z. ഓക്കെ, ഇതില് y കമ്പോണന്റിന് മാത്രം വ്യത്യാസം ഉണ്ടാവുന്നില്ല. ഓക്കെ, എക്സിനും ഇസഡിനും വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. അതായത് ഈ കോമ്പൗണ്ടില് ഫൈനൽ എക്സ് എന്നുള്ളത് -x ആവും, -z +z ആവും. അപ്പൊ നോക്കൂ, റിസൾട്ടന്റ് ആയിട്ടുള്ള ഒരു മോളിക്യൂളിനെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താ? അതിന്റെ എക്സ് കമ്പോണന്റ് മാറി, വൈ കമ്പോണന്റ് മാറി, ഇസഡ് കമ്പോണന്റ് മാറിയിട്ടില്ല. അതിന്റെ മീനിങ് എന്താ? നമ്മൾ ആ മോളിക്യൂളിനെ ഇസഡ് ഡയറക്ഷനിൽ അതായത് അതിന്റെ ഇസഡ് കമ്പോണന്റിന് മാത്രം
പ്രശ്നമൊന്നും അല്ലെങ്കിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. അതിന്റെ മീനിങ് എന്താ? നമ്മൾ അതിനെ ഇസഡ് ഡയറക്ഷനിൽ C2 റൊട്ടേഷൻ ചെയ്തു എന്നതിന്റെ ഒരു മീനിങ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതിൽ ആൻസർ ഏത് വരും? C2x ഉം C2y ഉം ചെയ്ത് കഴിഞ്ഞാൽ C2z ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. നിങ്ങൾ എന്താ ചെയ്യുന്നത്? C2 ഓപ്പറേഷൻ ചെയ്യുന്ന ആ ആക്സിസിന് മാറ്റം ഉണ്ടാവില്ല, ബാക്കി രണ്ട് കമ്പോണന്റ് ആയിരിക്കും മാറുക. ആ ഒരു രീതിയിൽ ചിന്തിച്ചാൽ ഇതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ടും കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് തിയറിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും സ്കിപ്പ് ആക്കരുത്. കഴിഞ്ഞ എക്സാമിന് ഗ്രൂപ്പ് തിയറിയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം. അപ്പൊ ഗ്രൂപ്പ് തിയറി ഒരുപാട് സ്കിപ്പ് ആക്കരുത്. ഗ്രൂപ്പ് തിയറിയുടെ മിനിമം ഐഡിയാസിൽ കൂടെയെങ്കിലും നമ്മൾ കടന്നു പോയിരിക്കണം. അപ്പോ വിച്ച് എമംഗ് ദി ഫോളോയിങ് ഹാസ് ദി ഹയസ്റ്റ് വാല്യൂ? റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി, മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി, മീൻ സ്ക്വയർ വെലോസിറ്റി. അപ്പൊ ഈ വെലോസിറ്റീസിന്റെ ഒക്കെ വാല്യൂ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കറക്റ്റ് ആൻസർ പറയാവുന്നതേ ഉള്ളൂ. മീൻ സ്ക്വയർ വെലോസിറ്റി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഗേഷ്യസ് സ്റ്റേറ്റ്, അതിൽ നിന്ന് വളരെ ബേസിക് ലെവലിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഗേഷ്യസ് സ്റ്റേറ്റ് സ്കിപ്പ് ആക്കാണ്ട് പഠിക്കണം. അതേപോലെ തന്നെ നമ്മളുടെ തെർമോഡൈനാമിക്സും കൈനറ്റിക്സും അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു രണ്ട് ഫീൽഡും നിങ്ങൾ ഉറപ്പായിട്ടും സ്കിപ്പ് ആക്കാതെ ഫിസിക്കലിൽ നിന്നും നോക്കിയിട്ട് വേണം എക്സാമിന് പോവാൻ. ഓക്കെ, അപ്പോ നമ്മൾ ഈ പറഞ്ഞ പോർഷൻസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരു ഭാഗം പോലും സ്കിപ്പ് ആക്കാണ്ട് പഠിക്കുക. നമുക്ക് ഈ ഒരു സെറ്റ് ഉറപ്പായും ക്രാക്ക് ചെയ്യണം. അതിനോടൊപ്പം തന്നെ നമ്മളുടെ ബൂസ്റ്റർ ബാച്ചിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. ക്ലാസ്സുകൾ ജൂലൈ 14 ആരംഭിക്കുന്നതാണ്. 15 ദിവസം കൊണ്ട് ഒരു ദിവസം 3 മണിക്കൂർ ലൈവ് ക്ലാസ്സുകൾ തന്നുകൊണ്ട് നമ്മളുടെ സിലബസ് കംപ്ലീറ്റും ലൈവായിട്ട് കവർ ചെയ്യുന്നതാണ്. അതിനോടൊപ്പം നിങ്ങൾക്ക് ഡെയിലി വർക്കൗട്ടുകളും മോഡൽ എക്സാമുകളും പ്രൊവൈഡ് ചെയ്യുന്നു. ഈ ഒരു 15 ദിവസം വളരെ ആത്മാർത്ഥമായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ സെറ്റ് എന്ന് പറയുന്ന ആ ഒരു എക്സാം നമുക്ക് വളരെ ഈസി ആയി ക്രാക്ക് ചെയ്യാം. അപ്പോ ജോയിൻ ചെയ്യുന്നതിനായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. 9746455514 എന്നുള്ളതാണ് നമ്പർ. അപ്പോൾ ഉടൻ തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. നന്നായിട്ട് പഠനം തുടങ്ങുക. ഓക്കെ, താങ്ക് യു. നമുക്കപ്പോ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം.